ഇതാണ് സാധനം, ദ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അങ്ങനെ ഗൈസ് പട്ടായയിലെത്തി. 12 മണിയായിട്ടാ. ഓൺ ആൻഡ് വള്ളി എന്താണെന്ന് അറിയാമോ ഇത്? എന്താണ് വാർക്കപ്പണിക്ക് വന്ന ഇവിടെ ശില്പം വണ്ടി പോലീസ് പിടിച്ചു. ലൈസൻസിന്റെ ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ പോലീസ് പിടിച്ചു. ഞങ്ങൾ മിക്കവാറും പട്ടായ നമ്മള് ഇല്ല ഏതെങ്കിലും സ്ഥലം പോകും. പറയാൻ പറഞ്ഞു. ഡേ 2 തായ്ലൻഡ് ബ്ലോഗ്. കമോ ടുക്ടുക്കിലാണ് ടുക്ടുക്ക്. അപ്പൊ ഡേ 2 ഞങ്ങൾ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ എടുക്കുന്നത് ടുക് 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 ടുക്. ഇവിടെ ജോണേട്ടനാണ് കാത്തുനിന്ന് നമ്മള് 2 ദിവസം പോയി അളത്തി ഞങ്ങളിവിടെ തകർക്കാൻ പോകും. എല്ലാരും ഉണ്ട്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇറങ്ങാണ്. ഞങ്ങൾ മിക്കവാറും പട്ടായ നമ്മള് ഇല്ല അതോ ഏതെങ്കിലും സ്ഥലം പോകും. വണ്ടി റെന്റ് കാറ് വൈകുന്നേരം എത്തുള്ളൂ. അപ്പൊ അതുവരെ ഞങ്ങൾക്ക് സമയമുണ്ട്. ഫുഡ് കഴിക്കട്ടെ. ഓക്കെ. നമ്മള് ടുക്ടുക്കിൽ യാത്ര ചെയ്യാണ് ഗൈസ്. യു ലുക്ക് സീഫുഡ്. എന്തൊക്കെ പറഞ്ഞാലും സൗണ്ട് ഓട്ടോന്നല്ലോ. സൗണ്ട് ജോണേട്ടാ എടുത്ത പുതിയ ഫെറാറിന്റെ സൗണ്ട് ലാഭാട്ടാ. ഇന്നലെ ചോദിച്ച ആൾക്കാർ 500 പറഞ്ഞത്. ഇയാള് 40 ഒന്നും അറിയില്ല. സീ ഫുഡ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. For people, ലോക്കൽസിന് എടുത്തേ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റിന് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. കച്ചറാക്കാൻ പോലും പറ്റില്ല. എന്തെങ്കിലും ഒരു കച്ചറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആളുകൾ കൊടുക്കും. അപ്പോൾ ഏജൻസി പോലല്ല കടപ്പുറക്കും നീ പോണതിന് മുമ്പേ നിന്റെ കിഡ്നിക്ക് നല്ല മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇടക്കിടക്ക് പറയുന്നുണ്ട് കിഡ്നി. തിരിച്ചു പോയി കിഡ്നി ഉണ്ടാവില്ല. അതില് ഏതാ രസം. ജാപ്പനീസ് ആണെന്ന് കരുതിയിട്ടാണ് ഓർഡർ ചെയ്തത്. തായ്വാനീസ് ആട്ടോ കേക്ക്. വെറുതെ നല്ല മസിൽ വീക്കാണെന്ന് പറഞ്ഞു. തായ്വാനീസ് ശരിക്കും മൊത്തത്തിൽ കഴിക്കണ്ട. സൂപ്പർ മീൻസ് ലൈറ്റ് ഷുഗർ. സത്യം ഇവരെല്ലാത്തിലും ഇങ്ങനെയാണ്. ഷുഗർ വളരെ കമ്മിയാണ്. ഫ്രൈഡ് ചിക്കൻ ദഗ്ഗല്ല. ദഗ്ഗ് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ എന്നാണ് തോന്നുന്നുണ്ട് ബേസിൽ. ഇത് എഗ് മറ്റേത് ഓംലേറ്റ് വിത്ത് പ്രോൺസ് ആയിക്കാരം. സീ ഫുഡ് റൈസും പിന്നെന്തോ പറഞ്ഞിരുന്നല്ലോ. എന്താ വരാണ്ട് ഷ്രിംപ് ഫ്രൈഡ് റൈസ്. അല്ല ഷ്രിംപിന്റെ ഫ്രൈഡ് റൈസ് അല്ല, ടോമിയം ഫ്രൈഡ് റൈസ്. ടോമിയം ഷ്രിംപ് അല്ലേ? Yes. ചൂടുണ്ട്. Come on. ഓരോ സാധനം ദിസ് ഈസ് ദ ബെസ്റ്റ്. നമ്മളിപ്പോൾ കഴിക്കണം. ഷ്രിംപ് രസം ഉണ്ടാവും. റൈസ് പറഞ്ഞു ഷ്രിംപ് എടുത്തു. ഇത് എനിക്ക് ടേസ്റ്റ് ഏത് ഭയങ്കര പോവാം. ഞങ്ങൾ വണ്ടി റെൻറ്റിനെടുക്കാൻ വന്നാണ്. ലവ് ഡ്രൈവ് കാർ റെൻറ്റിനെടുക്കുകയാണ്. ഓക്കെ. ഒന്ന് പട്ടായ പോകണോ? പട്ടായിക്ക എന്താ മസാജിങ്ങിനാണ്. ഈ മസാജ് ആരും ചെയ്തിട്ടുണ്ടാവില്ല. ആഹാ എന്താ സുഖസുന്ദരമായ മസാജ്. നാട്ടിൽ പോയാൽ എനിക്ക് ആയുർവേദ മസാജ് വേറുണ്ട്. സിയാദിൻ്റെ ആകാം. അപ്പോൾ
നവാസ് ഇൻസ്പെക്ടറാണ് ഞങ്ങളെ വെഹിക്കിൾ ഇൻസ്പെക്ടർ. വണ്ടി ഇൻസ്പെക്ട് ചെയ്യണം. കംപ്ലീറ്റ്. ജോണട്ട ഈസ് നോട്ട് ഹാപ്പി. സ്റ്റുഡിയിലെ ഭയങ്കര ഡിലേ വണ്ടിക്ക്. 4:30 മണിയായി. പട്ടായിക്ക് 2 hours 2 മണിക്കൂറില്ലേ? 2 മണിക്കൂർ ഓടാണ്ട് പട്ടായിക്ക്. വേണ്ട എന്നാ വേണ്ട. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്തായാലും വണ്ടി വേണം. ഈ വണ്ടിയിലാണ് ഇവിടെ കറങ്ങല്. ഏറ്റവും നല്ല ടോപ്പ് സാധനം എടുത്തിക്കണേ. ഞങ്ങൾ ബെൻസ് BM ഒക്കെ പതിച്ച് ഈ ചങ്ങ ഹൈബ്രിഡ് എണ്ണ അടിച്ച മുതലാണ് വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നവാസ്റ്റി യാരിസിലേക്ക് മാറി. 1400 ഭാഗത്താണ്, 1390 ഭാഗത്താണ് ഇത് വണ്ടി ഉണ്ട്. അതിന് ഏകദേശം ഒരു 3000 ഭാഗത്ത് പേർക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ അതും പ്ലസ് 2 എത്ര? നമ്മൾ 2 ദിവസത്തിന് എടുത്തു. അപ്പൊ ടോട്ടൽ 6600 ഭാഗത്ത് തിരിച്ച് കൊടുക്കുമ്പോൾ എത്ര തിരിച്ചിട്ടാ? 3000 ഭാഗത്തോ തിരിച്ചു കൊടുക്കുമ്പോൾ കൊടുത്ത ഡെപ്പോസിറ്റ് തിരിച്ചിട്ടു. 3000 ഭാഗത്ത് പോയി തിരിച്ചിട്ടു. നമ്മളെ ഡാമേജ് ഇൻഷുറൻസ് ആണ്. അപ്പൊ ആ ഇത് കീച്ചിട്ട് എത്ര വരിക? അപ്പൊ 3000 സംതിങ് ഉണ്ടാവും. 2 ദിവസത്തിന്. ഒരു ദിവസത്തിന് 1400. അപ്പൊ 2800 ഇല്ല, ചെറിയ ടാക്സും ഉണ്ട്. 7% ടാക്സ് ഉണ്ട്. അങ്ങനെ ഗൈസ് പട്ടായിലെത്തി. 12 മണിയായിട്ടാ ചേട്ടാ. റൂം തപ്പി 1 മണിയായി. റൂം ബുക്ക് ചെയ്ത്. പക്ഷെ വിശക്കുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നോക്കട്ടെ. ആകെ ഫുൾ ട്രാവലിംഗ് ആയി പോയി. 2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു ബാങ്കോക്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് ഞങ്ങൾ Airbnb എടുത്ത പ്രോപ്പർട്ടി. ഇന്നലെ കുറേ സംഭവങ്ങളുണ്ടായി. എല്ലാം വിശദമായിട്ട് പറയാം. കിച്ചണുണ്ട്, 2 ബെഡ്റൂമുണ്ട്, പൂളുണ്ട്. ഇന്നലത്തെ കണ്ടന്റ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പട്ടായയിൽ നിന്നും പട്ടായയിലേക്ക് വരുന്ന വഴി വണ്ടി പഞ്ചറല്ല, വണ്ടി പോലീസ് പിടിച്ചു. അതാണ് ഇപ്പം ഉണ്ടായത്. അതുകൊണ്ട് ഇന്നലത്തെ കണ്ടന്റ് എല്ലാം ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായി. നല്ല വ്യൂ ആണല്ലോ ഇവിടെ, എൻ്റെ മോനെ. അപ്പോൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ആകെ ലേറ്റായി. ലൈസൻസിൻ്റെ ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ പോലീസ് പിടിച്ചു. സോ ആരിനോ ഓക്കെ. ഇതാണ് നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം കേട്ടോ. കിടിലം ബിൽഡിംഗ് ആണ്, ബ്യൂട്ടിഫുൾ സീനറി, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ചെറിയ പൈസ ആയിട്ടുള്ളൂ. 4200 ഇന്ത്യൻ മണി 4 ആൾക്ക്. 2 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിങ്ങിന് എക്സ്ട്രാ പൈസ ആയിട്ടാണ് 100 ബാത്ത്. ഒരു ദിവസത്തിന് 100, 2 ദിവസത്തിന് 200. അപ്പോൾ ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ അതാണ്. നമുക്ക് സ്റ്റേഷനിൽ കയറലും ഫൈൻ അടക്കലൊക്കെ കൂടി ആയിട്ട് കംപ്ലീറ്റ് ടൈം വേസ്റ്റായി, മൂഡ് പോയി എന്നാണൊന്ന് ഓക്കെ ആയത് മൊത്തത്തിൽ. എല്ലാവരും തിരിച്ച് ബാങ്കോക്കിലേക്ക് തന്നെ പോവാണ്. വേറെ എന്തൊക്കെ പ്ലാനൊന്നും അറിയില്ല. ഉച്ചയായി, ഭക്ഷണം കഴിക്കാണ്ട്. എവിടേക്കാണ്? സാങ്ച്വറി ഓഫ് ട്രൂത്ത് മ്യൂസിയം. ജോണട്ടായിക്ക് ഇത് കാണുന്ന നിർബന്ധം, ഒരേ നിർബന്ധം. എന്താണെന്നറിയില്ല മാത്രമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 500 ബാത്ത് എൻട്രി ഫീ. ഓക്കെ, ഇതാണ് സാധനം, ദ സാങ്ച്വറി ഓഫ് ട്രൂത്ത്, ദ ആർക്കിടെക്ചറൽ മിറാക്കിൾ. എങ്ങനെയുണ്ട്? ഇത് കാണാനാണ് ഇപ്പോൾ വന്നത് കേട്ടോ. ഫോട്ടോഗ്രാഫി സ്റ്റാർട്ടഡ്. രസമുണ്ടല്ല. കടലിലാണോന്നുണ്ട്. കടലിലല്ല, മീൻസ് കടലാണ് അതിൻ്റെ അങ്ങോട്ട്. അപ്പോളേ ഇത് കുറച്ച് നടന്ന് പോകാണ്ട് കേട്ടോ. ആദ്യം ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ തന്ന് പിന്നെ നമ്മൾ നടന്ന് പോകണം. ഇപ്പം നടക്കാണ്ട് പോകുന്നുണ്ട്. കയറി വരുന്ന പോലെ കണ്ടാൽ അറിയാം. ടയേർഡാണ്. നമ്മുടെ ടീം ഇതാ വരുന്നു. ജോണട്ടായി, ദ ചാമിങ് ഓൺ ആൻഡ് ഒൺലി. എന്താണെന്ന് അറിയാമോ ഇത്? എന്താണ് നടക്കണം? ഞാൻ വല്ലപ്പോഴും പറഞ്ഞു 500 ബാത്തും കൊടുത്ത് ഈ വക പരിപാടിക്ക് നിൽക്കണം. ഇന്നാ എന്തോരം ഫുഡ് കഴിക്കുന്നതിന്. ആയിക്കോട്ടെ, എന്നാ പോയി. എവിടെ? ശരി. എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വൃത്തിക്ക് റോഷനായിക്കണ്. ജോണേട്ടൈനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണെന്ന്. ട്രൗസറൊക്കെ ഇട്ട് വന്നപ്പോൾ എല്ലാവർക്കും ആ തൊപ്പിയൊക്കെ തന്നിക്കണ്. എന്താണ് സംഗതി എന്നാവും? എന്താണ് റിംബുച്ചേ? അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഇതാണ് ആ സാധനം. എടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ വുഡിൻ്റെ കുറേ സംഗതികളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വുഡ് കൈക്കൊത്ത് പണികൾ, കാർവിങ്. എന്തത് വാർക്കപ്പണിക്ക് വന്നാ ഇവിടെ? ഏത് ശില്പം? അമേരിക്കന്ന് വാർക്കപ്പണിക്ക് വന്നിരിക്കുകയാണ് മിസ്റ്റർ ജോണട്ടായി. കാണാൻ രസമുണ്ടല്ല, ഭംഗി. ബ്യൂട്ടി ഈസ് ബ്യൂട്ടി. കംപ്ലീറ്റ് വുഡാട്ടാ. അതാണ് പറയണത്. കംപ്ലീറ്റ് വുഡ്.
life is so short and nothing lasts forever. ഓ ഇതിൻ്റെ ഒക്കെ ഓരോ സൈഡിലെ ഡീറ്റെയിലിംഗ് നോക്കി. പെർഫെക്റ്റോ ഒക്കെ വുഡാട്ടാ. ചിന്തിക്കണം നിങ്ങൾ. ആർക്കിടെക്ചറൽ വണ്ടറായിരിക്കും. ഏതാ കൊത്തുപണികൾ. പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മാരക സെറ്റപ്പാട്ടോ. ഹെവി ആർക്കിടെക്ചർ സംഗതികളാണ്. കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ടീമിന് ഓരോ ഗൈഡാണ് ഇവിടെ. അവിടെ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നിട്ടാ. വഴിയിലാണ് ബാങ്കോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഫേ ആമസോൺ. ഞാൻ അന്ന് വീഡിയോ ഇതിൻ്റെ വേറെ ബ്രാഞ്ചാണ്. ജോണേട്ടായിക്ക് ഇവിടുന്ന് മറ്റേ കോഫി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോഫി ആമസോൺ കോഫിയിലാ ആമസോൺ കോഫി ഓർഡർ ചെയ്ത് മൂപ്പരത് കഴിച്ചുകൊണ്ടിരിക്കുന്നു, കുടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കിന്ന് അടുത്ത പ്ലാനുകൾ ഷെഡ്യൂളാക്കാണ്ട് അടുത്ത ട്രാവലിംഗ് പ്ലാന്, റിട്ടേൺ ടിക്കറ്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ കൺസൾട്ടൻറ്റ് ഒതൻറ്റിക് അസ്ല അവിടെ ടിക്കറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇങ്ങനത്തെ ഒരു സ്റ്റോപ്പാണ് ഹൈവേയിലുള്ള. എൻ്റെ കോഫി എന്താ പാട്? സംഭവം ജോണേട്ടായി അസ്ലേൻ്റെ കൂടെ വന്നാണെങ്കിലും തൽക്കാലം അസ്ലേനെ ഡൈവോഴ്സ് ചെയ്തതിൻ്റെ കൂടെ കൂടി. കാരണം അസ്ലേൻ്റെ കൂടെ നടന്നിട്ടൊന്നും നടക്കണില്ല. ഒതന്റിക് ആയിട്ട് ഒന്നും കഴിക്കാൻ പറ്റണില്ല. അപ്പം ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ വഴിക്ക് തിരിഞ്ഞു. ഈ മാളുടെ പേരെന്താ? ഷിയാം പങ്കാരം ആണോ? അല്ല ഇയാൾ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ട് അതുകൊണ്ടേ പറഞ്ഞു. എന്നെ വെയിറ്റ് ചെയ്യുന്ന അതുകൊണ്ട്. സിയാം പാരഗണോ? പങ്കാരായി പോയി. ഇത് അത്യാവശ്യം പ്രീമിയം ആണോ വന്നിട്ട് കേട്ടോ. അത് ഇവിടെയാണ്. നല്ല പ്രീമിയം സാധനം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ലാസ്റ്റ് സ്പോട്ട് തൽക്കാലം എന്താണ് ബനാന കാരമൽ ക്രംബ്രൂളെ ഒരു വൈറൽ സ്പോട്ടിലേക്ക് വന്നതാണ്. ഇതിൻ്റെ പേര് ഐസ്ക്രീം സുന്ദരനോ സമോസരനോ സമോ എന്തൊരു പേര് കേട്ടോ. ഐസ്ക്രീം അവിടെ ഉണ്ട് പേര്. അപ്പോൾ ഇനി ആ റൂം എടുക്കണം. നാളെ ഫ്ലൈറ്റ് കയറാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ആ കടൻ്റെ പേര് ആദ്യം കാണിക്കാൻ പറഞ്ഞിട്ട് അതാണ് സാധനം. ഐസ്ക്രീം സമോസോൺ. ഭയങ്കര റഷാണ്. അടിയൊക്കെ ഫുള്ളാണ്. ഇവിടെ ക്യൂ ചെയ്ത് നിങ്ങൾ വന്നപ്പോൾ. പക്ഷെ അതിന് മാത്രം ഒരു സംഭവമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നിയില്ല. ഇതിൽ ഈ സാധനം കേട്ടോ വൈറൽ ഡെസേർട്ട്. ഫസ്റ്റ് കണ്ടത് ബനാന ക്രംബ്രൂളെ. ഓക്കെ, അപ്പോൾ ഇനി നേരെ റൂം പോവാണ്. റൂം എടുക്കുന്നു, കിടക്കുന്നു. ഗൈസ് നാളെ രാവിലെ ഞങ്ങൾ ഇറങ്ങും. കണക്കൂട്ടലുകളാണ് മൊത്തം. അപ്പോൾ ഇവിടെ വേറെ പഴയ ഒരു എയർപോർട്ടാണ്. ഡി എന്താണ് ഡോൺമു എന്തൊരു എയർപോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പെട്ടി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ ബൈ.